അവൻ മരിക്കുമെന്നും അവൻ അടക്കപ്പെടുന്നുവെന്നും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുകയുണ്ടായി. അവന്റെ ശിഷ്യന്മാർ ഈ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് അവർ പറയും, എന്ത് പറയുന്നറിയാമോ? അവൻ ഉയർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒടുവിലത്തെ സ്ഥിതി അത് ഭയങ്കരമായിരിക്കും, അത് വലിയ അപമാനകരമായിരിക്കും. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം. പീലാത്തോസ് പറഞ്ഞു, ഞങ്ങൾ കാവൽ പടയാളികളെ തരാം. ആ കാവൽ പടയാളികൾ ചെന്ന് ആ കല്ലറയ്ക്ക് ചുറ്റും വലിയൊരു മുദ്ര വെച്ചു. എന്നിട്ട് പറഞ്ഞു, അതിന്റെ അധികാരം ഞങ്ങൾക്കാണ്. ഈ കല്ലറ തുറക്കുവാനോ ഇതിന്റെ അടുത്ത് വരുവാനോ ഞങ്ങളുടെ അനുവാദം വേണം. ഞങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും ഈ കല്ലറയുടെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. പീലാത്തോസിന്റെ മുദ്ര കൊണ്ട് കല്ലറ പതിപ്പിക്കുകയുണ്ടായി. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന നല്ല ഉന്നതന്മാരായ കരുത്തന്മാരായ പടയാളികൾ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. പടയാളികൾ പറഞ്ഞു, യേശു ഉയർക്കുവാൻ പാടില്ല. മഹാപുരോഹിതൻ പറഞ്ഞു, യേശു ഉയർക്കുവാൻ പാടില്ല. ചേകവർ പറഞ്ഞു, യേശു ഉയർക്കുവാൻ പാടില്ല. പീലാത്തോസ് പറഞ്ഞു, യേശു ഉയർക്കുവാൻ പാടില്ല. റോമൻ കോടതി പറഞ്ഞു, അവൻ ഉയർക്കുവാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ഉയർക്കുവാൻ പാടില്ല എന്ന് ലോകം പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ച ദിവസം അവൻ പൊന്നിൻ പ്രഭാതത്തിൽ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് റോമൻ മുദ്രയെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ അനുഗമിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവുണ്ടല്ലോ, അവിടുന്ന് ഉത്തുംഗ പ്രതാപനായി മരണത്തെ ജയിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ ജീവിക്കുന്നു. കല്ലറയെ ഭേദിച്ചുകൊണ്ട് മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തിന്റെ മേൽ വിജയം വരിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു